തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും പോലെ UDFന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അധിക സമയമൊന്നും വേണ്ടിവന്നില്ല. എന്നാൽ CPIMന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ 2 ദിവസം കൂടി സമയം വേണ്ടിവരും. മറ്റന്നാൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ CPIMനെ ട്രോളി തോൽപ്പിക്കുകയാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾ. പഴയ സാധനങ്ങൾ വിൽക്കാൻ വയ്ക്കുന്ന ആപ്പ് OLXൽ സ്ഥാനാർത്ഥിയെ തിരയുന്നു എന്നാണ് CPIMനുള്ള കുത്ത്. ബലിയാടിനെ തിരയുന്നു, M സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ട്രോളുകൾ നീളുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെ പിന്തുണച്ച് മുതിർന്ന ലീഗ് നേതാവും പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലം ആയതിനാൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് അബ്ദുൾ റബ്ബിൻ്റെ പോസ്റ്റ്. എന്തായാലും ട്രോളുകളെ തള്ളിക്കളയുകയാണ് CPIM. രാഷ്ട്രീയമായ പോരാണ് തെരഞ്ഞെടുപ്പ് എന്നും ഇത്തരം പ്രതികരണങ്ങൾ പാപ്പരത്വം എന്നുമാണ് വിമർശനം. അതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയ അഡ്വക്കേറ്റ് ബീന ജോസഫുമായി മുതിർന്ന BJP നേതാവ് MT രമേശ് കൂടിക്കാഴ്ച നടത്തിയത് ഇടത് സൈബർ ലോകത്തിന് അവസരമായി മാറി. OLX വഴി വിറ്റതോ നേരിട്ടുള്ള കച്ചവടമോ എന്നാണ് മറുചോദ്യം.